ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ മുട്ട സീർക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഇത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് അധികം ഉണ്ടാക്കുന്നത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ സ്നാക്ക് പോലെ എങ്ങനെ സെർവ് ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കാദ്യം ഇന്ന് എന്തൊക്കെ സ്നാക്ക് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ ഇറാനി പോള ഉണ്ടാക്കിയിട്ടുണ്ട്, ചട്ടിപ്പത്തിരി, കട്ട്ലറ്റ് ഉണ്ടാക്കിന്, പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഒരു അടയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട സിർക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ പച്ചരി എന്നിട്ട് എടുത്തത് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലേദിവസം അല്ല കേട്ടോ, രാവിലെയാണ് കുതിർത്ത് വെക്കുന്നത്. തലേദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് പണിയെടുക്കാം. പെട്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഈ ഒരു സംഭവം കൂടി ഒന്ന് നോക്കാമെന്നുള്ളത്. അപ്പോൾ സെയിൽ ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് പച്ചരി എന്നിട്ട് എടുത്തത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കുക എന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ. പിന്നെ നമ്മൾ കുഞ്ഞ് കൽത്തപ്പവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇതിന് എത്രയാണ് പ്രൈസ് നാട്ടിൽ എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മളെ ബീഫ് കട്ട്ലറ്റും ചട്ടിപ്പത്തിരിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് എല്ലാ വീഡിയോസും എടുക്കാൻ കഴിഞ്ഞില്ല, കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ ഞാനിന്ന് എടുത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ റെസിപ്പിയിലേക്ക് കടക്കാം. 3 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ തന്നെ മതി കേട്ടോ ഈ ഒരു പച്ചരിക്ക് പകരമായിട്ട് നമ്മൾക്ക് ജീരകശാല അരി അങ്ങനെയെല്ലാം എടുക്കുക. ഒന്നും നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പം നമ്മൾ നല്ലോണം കുതിർത്ത് കിട്ടണം. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ഗ്ലാസ്സിലും കുറവായിട്ടാണ് കേട്ടോ എടുത്തത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇത് 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പിന് 1 മുട്ട എന്നുള്ള ഇതിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നീട് ഒഴിക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം എന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് ലൂസാക്കാൻ പാടില്ല അരക്കുന്ന സമയത്ത്. അരച്ച ഉടനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ കുറച്ചും ഒന്ന് ലൂസാക്കി കിട്ടണം. നല്ല ടൈറ്റ് ഉണ്ട്, ഇത്രയും ടൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സവാളയും കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ഇതാ ചേർക്കുന്നത് കുറച്ച് ചിക്കനാണ് കേട്ടോ. ഫ്രൈ ചെയ്ത ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളത് അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയുണ്ട്, ഈ ഒരു കട്ടിയൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത്രയും കട്ടി മതി കേട്ടോ. പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം. ഒന്ന് പൊടിച്ചെടുക്കുന്ന പോലെ ചെറുതാലാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വീർത്ത് വരും, അല്ലെങ്കിൽ അത് പൊങ്ങി വരാത്ത രീതിയിലായിരിക്കും. അപ്പോൾ അത് നല്ല ചൂടായ സമയത്ത്, എണ്ണ നല്ല ചൂടാവണം, ആ ഒരു സമയത്താണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഒന്ന് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ തന്നെ ബാക്കിയുള്ള സ്ഥലമെല്ലാം നല്ല പൊങ്ങി വരും കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ തന്നെ നമുക്കിതിൽ കറിയൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ തന്നെ. ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഇതിന് കറിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, കറിയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്കിത് കഴിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേക്ക് ക്രിസ്പി അല്ല, എന്നാലും ഒരു നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. നമ്മൾക്കിത് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ എന്നും ഒരേ രീതിയിൽ സ്നാക്ക് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഇത് ഞാൻ ഒരുപാട് നാളായി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ വീഡിയോ എടുത്തു. ഞാൻ ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കിയിട്ട് വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്തത് ഇതാ കട്ട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞി കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മറ്റേ സ്നാക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് പുളിവാളം ഒന്ന് ഉണ്ടാക്കി കാണിക്കുമോ എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കണം. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു പുളിവാളത്തിന് എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാ നാട്ടിലും ഇല്ലയെന്നാണ് തോന്നുന്നത്. കാസർഗോഡ് കണ്ണൂർ മാത്രം ആയിട്ട് കാണുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നെ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.